ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിച്ചു ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് എന്ത് മാറ്റത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാനാണ്. അതിൻ്റെ ആ ഒരു മാറ്റം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പല സൈനും യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആ ഒരു മൂലാധാരം ചക്രത്തിൽ വർക്ക് ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ചൊന്ന് നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ വിജയം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ചിന്ത വേറെ എങ്ങോട്ടോ ആണ്, നിങ്ങളുടെ ലക്ഷ്യത്തിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് മൂലാധാര ചക്രത്തിൽ കുറച്ചൊന്ന് നിങ്ങൾ വർക്ക് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ ഉള്ള ആ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാകും. നിങ്ങൾക്കിപ്പോൾ കൂടുതലായിട്ടും കൃഷ്ണ പഞ്ചതിനെ കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സീറോയുടെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഇല്ല എങ്കിൽ നിങ്ങൾക്കിപ്പോൾ അമ്പും വില്ലും കാണാൻ സാധിക്കുന്നുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യത്തിന് പോലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, എല്ലാത്തിലും കൺഫ്യൂഷൻ, ഇതൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി. നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യാതെ ഇങ്ങനൊരു സ്ഥിതിയിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളിൽ ഭയങ്കരമായിട്ട് ദേഷ്യമാണ്, പക്ഷെ പുറമേ നിങ്ങളത് പ്രകടിപ്പിക്കാതിരിക്കുന്നതാണ്. ഇവിടെ ഉള്ളിലുള്ള ഈ ഒരു ദേഷ്യം പുറത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല. രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പിറ്റേ ദിവസം അതിൻ്റെ ആ ഉറക്കം ഇല്ലായ്മയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പിറ്റേ ദിവസം നിങ്ങൾ അനുഭവിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു സമയം വെറുതെ വേസ്റ്റായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കത്തില്ല. ഉറക്കം ഇല്ലായ്മ ഉള്ളത് കാരണം തലയിൽ ഭാരം, തലവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ എനർജി നല്ല ബാലൻസായി പോവുകയുള്ളൂ. പക്ഷേ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ എനർജി ഇംബാലൻസ് ആയിട്ടായിരിക്കും പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ എനർജി ഇപ്പോഴും മൂലാധാര ചക്രത്തിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ എനർജി എപ്പോഴാണോ മൂലാധാര ചക്രത്തിൽ നിന്ന് മുകളിലോട്ട് വരുന്നത് അപ്പോഴായിരിക്കും നിങ്ങളുടെ എനർജിയിൽ ഒരു ബാലൻസ് ഉണ്ടാവുന്നത്. ഇവിടെ മൂന്നാമത്തെ ആ ഒരു ചക്രയിൽ വന്നാൽ തന്നെ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങളുടെ കൺട്രോളിലാകുന്നതാണ്. ഇപ്പോൾ മൂലാധാര ചക്രയിൽ നിങ്ങളുടെ എനർജി സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് വർക്ക് ചെയ്ത് ആ ഒരു എനർജിയെ മുകളിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾ നല്ല സ്പിരിച്വലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ എനർജി ഇൻബാലൻസ് ആണ് ഇപ്പോൾ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ ബാലൻസിൽ കൊണ്ടുവരണമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എല്ലാത്തിനുമുള്ള ഒരു ഉപായമുണ്ട്, പക്ഷേ ആ ഒരു ഉപായത്തെ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ മൂലാധാര ചക്രത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 5 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. മൂലാധാര ചക്രത്തിൻ്റെ ആ ഒരു മെഡിറ്റേഷൻ ഉണ്ട്. ലം എന്ന് പറയുന്ന ആ ഒരു ഓം എന്ന് പറയും പോലെ ലം എന്ന് പറയുന്ന ആ ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഓരോ ചക്രാസിനും ഓരോ മന്ത്രമുണ്ട്. അതായത് ഇരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് മണ്ണായിരിക്കണം. അതായത് പുറത്ത് മുറ്റത്തൊക്കെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ മണ്ണിൽ ഇരിക്കുമ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജി നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മണ്ണിലിരിക്കാൻ പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഗാർഡൻ ഏരിയ കാണുമല്ലോ, നിങ്ങളുടെ മുറ്റത്തോ ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു എനർജി എപ്പോഴാണോ മണ്ണിൽ ടച്ച് ആവുന്നത് അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ബാലൻസ് ഉണ്ടാകുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും റെഡ് കളറായിരിക്കും കാണാൻ സാധിക്കുന്നത്. റെഡ് കളറിനോട് ഭയങ്കരമായിട്ടൊരു ആകർഷണം നിങ്ങൾക്കുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ സ്വയം ഈ ദിവസങ്ങളിൽ റെഡ് കളർ വസ്ത്രങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ധരിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റമാണോ ഉണ്ടാവുന്നത് അതിനുവേണ്ടി നിങ്ങളെ യൂണിവേഴ്സ് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ ബാലൻസിൽ കൊണ്ടുവരേണ്ടതാണ്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പാർട്ട്ണർ അവരുടെ ആ ഒരു സ്നേഹം ആഴത്തിൽ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്ത് കാര്യമാണെങ്കിലും അതൊരു റീസൺ ഇല്ലാതെ ഉണ്ടാവത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ആ ഒരു വർക്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ വർക്കിൽ നിങ്ങൾക്കുള്ളതായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളുടെ വർക്കിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ കൈ കൊണ്ടാണ്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നിങ്ങളുടെ ആ ഒരു കോൺസെൻട്രേഷനാണ്. എല്ലാ കാര്യത്തിനും ഒരു ഉത്തമമായ സമയമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഉത്തമമായ സമയമാണ്. ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു എനർജി ബാലൻസിൽ കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്. ഇവിടെ
ഇവിടെ നിങ്ങളുടെ എനർജി ബാലൻസിലാവുമ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺസെൻട്രേഷൻ എപ്പോഴും നിങ്ങളുടെ വർക്കിലായിരിക്കും. അങ്ങനെ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ വർക്കിലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്ന കുറേ തോട്ട്സ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ നല്ലത് ചെയ്യാൻ സാധിക്കും, അതിനുള്ള കഴിവുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം, പക്ഷേ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നുമുണ്ട്, എഴുതി വെക്കുന്നുമുണ്ട്, പക്ഷെ അത് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു സമയമാകുമ്പോൾ കറക്റ്റ് അപ്ലൈ ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയൊരു മാറ്റത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ റെഡി ആവണം. യൂണിവേഴ്സ് പറയുന്ന ആ ഒരു സൈൻ നിങ്ങൾ കേട്ടിട്ട് അത് അനുസരിച്ച് നിങ്ങൾ റെഡിയാക്കണം. നിങ്ങളുടെ ആ ഒരു ഊർജ്ജത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയൊരു കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ആ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇവിടെ നിങ്ങളുടെ വർക്കിൽ നിങ്ങൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. നിങ്ങളുടെ സോൾ നല്ല ഹാപ്പി ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ വാണിയുടെ ആ ഒരു പ്രഭാവം വളരെ നല്ലതായിരിക്കും ഇനി അങ്ങോട്ട്. അതായത് ഒത്തിരി ആൾക്കാർ നിങ്ങളുടെ ആ ഒരു ശബ്ദം ഇഷ്ടപ്പെടും. അതായത് നിങ്ങളുടെ ഈ ഒരു ശബ്ദം കൊണ്ട് എന്താണോ മറ്റുള്ളവർക്ക് വേണ്ടി പറയുന്നത് അത് നടക്കുന്നതായിട്ട്, അപ്പോൾ ആൾക്കാർ നിങ്ങളെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും നല്ലത് പറയാൻ ശ്രമിക്കുക നിങ്ങളുടെ ഈ ഒരു ശബ്ദം കൊണ്ട്. ഇവിടെ നിങ്ങൾക്ക് ദൈവം ഈ ഒരു ബ്ലെസ്സിങ് തരുന്നുണ്ട്. അതായത് നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഫലിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ് വെച്ച് നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും പറയരുത്. മറ്റുള്ളവർക്ക് ഇത് സംഭവിക്കണം അത് അങ്ങനെ ഒരിക്കലും പറയരുത്. നല്ലത് മാത്രം പറയാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി നല്ലതായിട്ടാണ് പോകുന്നതെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ നല്ലത് മാത്രം ചെയ്യുക, മോശം ചെയ്യാൻ പാടില്ല. ഇവിടെ നിങ്ങൾക്കിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ ചെറിയ പ്രാർത്ഥനകൾ നിങ്ങൾ ചെയ്ത് നോക്കൂ, അത് ഫലിക്കുന്നിടത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന വ്യക്തിയുടെ കോള് ഇന്നത്തെ ദിവസം വരണം എന്ന് നിങ്ങൾ പറയുകയാണ്, ഉറപ്പായിട്ടും ആ ഒരു കോൾ നിങ്ങൾക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇതല്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയുകയാണ്, ഇന്നത്തെ ദിവസം എൻ്റെ ഈ ഒരു കാര്യം നടക്കണേ എന്ന് പുറത്ത് പോകുമ്പോൾ എന്ന് പറയുകയാണെങ്കിൽ അതേപോലെ ആ ഒരു കാര്യം നടക്കുന്നതായിട്ട്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എന്താണോ പറയുന്നത്, എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ വലിയൊരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ചുറ്റിലും ഉണ്ട്. അത് കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്ലെസ്സിങ് കിട്ടിയത്. ഇവിടെ ഈ വരാൻ പോകുന്ന ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ ഫീലാകും, നിങ്ങളുടെ ചുറ്റിലും പോസിറ്റീവ് എനർജി മാത്രമാണുള്ളത്, ഒരു നെഗറ്റീവ് എനർജിയും ഇല്ല എന്ന് നിങ്ങൾക്ക് ഫീലാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ കൂടെ മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അത് ഫീലാകുന്നതാണ്. നിങ്ങളുടെ കൂടെ എന്തോ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, അതെന്ന് അവർക്കും ഫീലാകും, അവർക്കും ആ ഒരു എനർജി പിക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ സമയങ്ങളിൽ നിങ്ങളുടെ ആ ഒരു ഊർജ്ജ വളരെ വ്യത്യസ്തമായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നും, അങ്ങനെ ഫീലാകും നിങ്ങൾക്ക്. അതായത് നിങ്ങളുടെ ആ ഒരു ചിന്തയിലാകട്ടെ, സംസാര രീതിയിലാവട്ടെ, പെരുമാറ്റ രീതിയിലാവട്ടെ, എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇല്ല എങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയണം, അല്ലെങ്കിൽ ഒരു പരിഹാരം നിങ്ങൾ പറയുകയാണ്, അതിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ പറയുന്ന ആ ഒരു സൊല്യൂഷൻ അവർ ചെയ്യുമ്പോൾ അവർക്ക് നല്ലത് സംഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഊർജ്ജം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കുമ്പോൾ ആൾക്കാർ കൂടുതലായിട്ടും നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടും. അതായത് ഈ ഒരു വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് തോന്നും എല്ലാവർക്കും. ഇവിടെ നിങ്ങളുടെ ചുറ്റിലും ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു എനർജിയാണ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ഊർജ്ജം നിങ്ങളെ സംരക്ഷിക്കുന്നതായിട്ട്, ആ ഒരു ഊർജ്ജം നിങ്ങളെ ഭയങ്കരമായിട്ട് നല്ല പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തരുന്നതായിട്ട്, എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ആ ഊർജ്ജം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് വേദനയാണുള്ളത്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, അതിനു വേണ്ടിയും ആ ഒരു ഊർജ്ജം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ പൂർണ്ണമായിട്ടും ഒരു ബ്രഹ്മാണ്ടം ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് ആ ഒരു ബ്രഹ്മാണ്ടം നിങ്ങൾക്ക് ഫുള്ളായിട്ട് സപ്പോർട്ട് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ നാളായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ഒറ്റയ്ക്കായിപ്പോയി, നിങ്ങളുടെ ശ്രദ്ധ ആരും വയ്ക്കുന്നില്ല, നിങ്ങളുടെ ആ ഒരു വാക്കുകൾ ആരും കേൾക്കുന്നില്ല, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലാണ് നിങ്ങളുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു പരിഭവം ഉറപ്പായിട്ടും വരാൻ പോകുന്ന സമയം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ഇതുവരെയും നിങ്ങൾക്ക് ഈ ഒരു വിഷമത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചില്ല എങ്കിൽ ഇനി അങ്ങോട്ട് ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്, അത് വച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുമുണ്ട്, ദൈവമേ ഈ ഒരു കാര്യം നടന്നു കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതേപോലെ നടക്കുകയും ചെയ്യും. ആ ഒരു കാര്യം ദൈവം സാധിച്ചു തരികയും ചെയ്യും. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് മാത്രം പറയുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ പ്രാപ്തമാകുന്നത് അതിൽ നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എനിക്കിത് തന്നതിന് എന്നെപ്പോഴും നന്ദി പറയുക. ഇനി നിങ്ങളുടെ ചുറ്റിലുമുള്ള ആ ഒരു പോസിറ്റിവിറ്റി അതിനും നിങ്ങൾ നന്ദി പറയുക. ഇവിടെ മാജിക്കിൻ്റെ ആ ഒരു വടി നിങ്ങളുടെ കയ്യിൽ ഉള്ളതായിട്ട് അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ആഗ്രഹം വേണമോ സാധിച്ചെടുക്കാം. അങ്ങനൊരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാകും. സ്വപ്നത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു തിളക്കം, ഒരു പ്രകാശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിട്ട്, ആ പ്രകാശം നിങ്ങളുടെ മുഖത്തടിക്കുന്നതായിട്ട് അങ്ങനെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ആ ഒരു ക്രൗൺ ചക്രയിൽ ആ ഒരു പ്രകാശം വന്ന് പതിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീലാകും. ഇവിടെ നിങ്ങളുടെ ആ ഒരു മൈൻഡ് വളരെ ഷാർപ്പായിട്ട് പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു വിചാരങ്ങൾ വളരെ ഷാർപ്പായിട്ടായിരിക്കും. ഇവിടെ എന്ത് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു മിറാക്കിൾ സംഭവിക്കുക തന്നെ ചെയ്യും. റീസെൻറ്റ് പാസ്റ്റിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നടുവിന് താഴോട്ടുള്ള ഭാഗത്ത് കാല് വരെയുള്ള ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നടു തൊട്ട് കാൽപാദം വരെയുള്ള ഭാഗം, അവിടം വരെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, വേദനയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 9 വർഷമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വീണ്ടും വീണ്ടും ആണ് വരുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു ലൈഫിൽ മാറ്റം വരുമ്പോഴാണ് ഇങ്ങനെയുള്ള മെസ്സേജ് വീണ്ടും വീണ്ടും വരുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് മിറാക്കിൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങൾ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് ജേർണിയിലാണ് എങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നല്ലൊരു ഭാവം നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നതായിട്ട്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എഫേർട്ട് എടുക്കുന്നതായിട്ട് റിലേഷൻഷിപ്പിന് വേണ്ടി അങ്ങനെ കാണാൻ സാധിക്കുന്നു. മുന്നേ ഒരാൾ മാത്രമാണ് എഫേർട്ട്സ് എടുത്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ രണ്ടുപേരും ഒരേപോലെ എഫേർട്ട്സ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരാൾ മറ്റൊരാളോട് ഇങ്ങനെ പറയുക, അതായത് നമ്മൾ പരസ്പരം ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ റിലേഷൻഷിപ്പിൽ സക്സസ് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ, അങ്ങനെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ആ ഒരു കൃപ നല്ലതുപോലെ ലഭിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് എങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്നേഹം നല്ല രീതിയിൽ കൂടുന്നതായിട്ട് ആണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ഇൻഫിനിറ്റിയുടെ ആ ഒരു സൈനാണ് വന്നിരിക്കുന്നത്. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഒരിക്കലും അന്തമില്ലാത്ത ആ ഒരു ഇതാണ് ഇൻഫിനിറ്റിയുടെ ആ ഒരു ചിഹ്നം എന്ന് പറയുന്നത്. ഇവിടെ ദൈവം നിങ്ങളെ ഒരുമിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരുമിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി. കാരണം ഒത്തിരി സ്ട്രഗിൾസ് നിങ്ങളുടെ ആ ഒരു ജേർണിയിലുണ്ട്. മറ്റുള്ള ജേർണി പോലെയല്ല ട്വിൻ ഫ്ലെയിം ജേർണി, ഒത്തിരി സ്ട്രഗിൾസ് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹെവി വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല, എപ്പോഴും വർക്ക് ഹോളിക് ആകുന്നു. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് കുറച്ച് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണം. എപ്പോഴും ജോലി എന്ന് പറഞ്ഞ് ചെയ്യാതെ കുറച്ച് ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചൂടുകാലവും കൂടെയാണ്. എപ്പോഴും വെള്ളം ധാരാളം നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക. ആഹാരം കറക്റ്റ് ആ സമയത്തിന് കഴിക്കുക. നമ്മൾ ആ ഒരു വർക്ക് നമുക്ക് എന്തായാലും ചെയ്യാം, പക്ഷേ ഈ ആരോഗ്യവും കൂടെ നല്ല വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് നമ്മുടെ ആരോഗ്യം കൂടെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് റിലാക്സേഷനിൽ സമയം മാറ്റി വയ്ക്കുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തോ നല്ലത് സംഭവിക്കാൻ പോവുകയാണ് എന്ന്. അങ്ങനെ ഉറപ്പായിട്ടും ഉണ്ടാകും. പക്ഷെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക, സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക. ഇവിടെ നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കുറച്ച് നിങ്ങളുടെ കാര്യവും കൂടെ ശ്രദ്ധിക്കണമെന്നാണ്. ഇവിടെ നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്താണ് ഫീലാകുന്നതെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾ എന്തോ ഒരു ഓൾഡ് സോളാണ് എന്നാണ് അവർക്ക് തോന്നുന്നത്. അതായത് വളരെ പഴയ ഒരു ഓൾഡ് സോളാണ് നിങ്ങൾ. കാരണം നിങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം ആൾക്കാർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ആഴത്തിൽ.
അതായത് അവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ഏജ് ഇത്രയേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന സംസാരം വളരെ വയസ്സായ ആൾക്കാർ പറയത്തില്ലേ, അതായത് ഒത്തിരി അതായത് ജീവിതം പഠിച്ച ആൾക്കാർ പറയത്തില്ലേ, അങ്ങനെ ആണ് നിങ്ങൾ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് മോശം സാഹചര്യം വന്നാലും നിങ്ങൾക്ക് അറിയാം എങ്ങനെ അതിൽ നിന്ന് പുറത്ത് വരണമെന്ന്. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവം ഉള്ള ആളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര നല്ലതായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് വളരെ നല്ലതായിട്ട് മാറി ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു വാക്കുകളുടെ ആ ഒരു എഫക്റ്റ് ഭയങ്കരമായിട്ട് വരുന്നതായിട്ടും നിങ്ങളെ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആരാണോ നിങ്ങളുടെ ആ ഒരു ഊർജ്ജത്തെ ദുരുപയോഗം ചെയ്യുന്നത് അവരോട് കുറച്ച് ഡിസ്റ്റൻസ് വയ്ക്കുക നിങ്ങൾ. ഇവിടെ നിങ്ങളോട് ആരോ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വന്നപ്പോൾ മറ്റൊരാളോട് നിങ്ങൾ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു. ഇവിടെ എന്തായാലും നിങ്ങളാണോ അങ്ങോട്ട് മോശമായി സംസാരിച്ചത്, അല്ലെങ്കിൽ മറ്റൊരാളാണോ നിങ്ങളോട് മോശമായി സംസാരിച്ചത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ടെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇവരെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചില്ലേ, അവർക്കപ്പോൾ എന്ത് ഫീലായി കാണും നിങ്ങളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ എന്നാണ് നിങ്ങൾക്കിപ്പോൾ ടെൻഷൻ. ഇവിടെ നിങ്ങൾ ആരെയാണോ മോശം രീതിയിൽ പറഞ്ഞത് അവരോട് നിങ്ങൾ ഹൃദയം കൊണ്ട് മാപ്പ് ചോദിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അതായത് സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ഞാൻ കാരണം നിങ്ങളുടെ മനസ്സും ഹൃദയവും വേദനിപ്പിച്ചിട്ടുണ്ട്, ഞാൻ എങ്കിൽ സോറി എന്നുള്ള രീതിയിൽ നിങ്ങൾ മാപ്പ് ഹൃദയം കൊണ്ട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരു വ്യക്തിയോട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരോട് നേരിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ ഈശ്വരൻ്റെ മുമ്പേ നിങ്ങൾ പറഞ്ഞാൽ മതി. ഈശ്വരൻ കേൾക്കുന്നുണ്ട് എല്ലാം. നിങ്ങളുടെ ശബ്ദം എപ്പോഴും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. അതായത് മറ്റുള്ളവർക്ക് വിഷമം വരുന്ന രീതിയിൽ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ യൂസ് ചെയ്യരുത്. ഒരു ശബ്ദം നമ്മളെ ഒരു വ്യക്തിയുമായിട്ട് അടുപ്പിക്കുകയും ചെയ്യും, ഒരു ശബ്ദം നമ്മളെ ഒരു വ്യക്തിയുമായിട്ട് പിരിയിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ച് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. എപ്പോഴും വളരെ ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം ഓരോ ശബ്ദവും നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇവിടെ ആരോ നിങ്ങളെ നല്ല രീതിയിൽ ചതിച്ചു, അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ടോടു കൂടി തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ദിവസം ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളെ ഹീലാക്കാൻ വേണ്ടിയുള്ള സ്ഥിതികളും നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വരിക, അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മനസ്സ് തുറന്ന് നിങ്ങൾ ചിരിക്കുന്നതായിട്ട്, അങ്ങനെ നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി ദുഃഖം നിങ്ങളുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല, സന്തോഷമായിരിക്കും നിങ്ങളുടെ ലൈഫിനെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ഒരു രീതിയിലുമുള്ള ഒരു ആരുടെയും ആ ഒരു ചതി നിറഞ്ഞ പ്ലാനിങ്ങിൽ അകപ്പെട്ട് പോയിട്ടില്ല. നിങ്ങളുടെ ആ ഒരു സംരക്ഷണത്തിന് യൂണിവേഴ്സ് ഉണ്ട്. അതായത് ഒരു പ്രാവശ്യം ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചു, അത് കാരണം എല്ലാ ദിവസവും എല്ലാ വ്യക്തികളും നിങ്ങളെ ചതിക്കുമെന്ന് വിചാരിക്കരുത്. ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കോപ്പി ചെയ്ത് എഴുതുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും. അപ്പോൾ നമ്മൾ ഒരു പേജ് വലിച്ചു കീറോ? ഇല്ലല്ലോ, അവിടെ ഒരു ചെറിയൊരു വെട്ടിടും. അതേപോലെ തന്നെയാണ് ജീവിതവും. ഒരു പ്രാവശ്യം നമുക്ക് ചതി പറ്റിയെന്ന് പറഞ്ഞ് എല്ലാ പ്രാവശ്യവും നമുക്ക് ചതി കിട്ടത്തില്ല. നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഊർജ്ജം വളരെ പെട്ടെന്ന് തന്നെ ബാലൻസ് ആവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം. ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ചക്രാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, മൂലാധാര ചക്രത്തിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ എനർജി ബാലൻസ് ആയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി സെക്കൻഡ് ചക്രയിലോട്ട് പോവാത്തതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ പാസ്റ്റിൽ ചക്കാട്ടിരിക്കുകയാണ്. പാസ്റ്റിൽ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അത്രമാത്രം വേദന തന്നു, അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ ആ ഒരു വേദന ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ആ വ്യക്തി തന്ന ആ ഒരു വേദന കാരണം നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അവർക്ക് ഉറപ്പായിട്ടും അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കരുത്, നിങ്ങൾ മുന്നോട്ട് പോകണം. ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പിറകിൽ നിന്ന് ആരോ പാസ്റ്റിലേക്ക് വലിച്ച് ഇടുന്നത് പോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആ ഒരു ഊർജ്ജത്തെ വിട്ടുകളയുക. അതായത് പാസ്റ്റിൽ ആ ഒരു ഊർജ്ജത്തെ വിട്ടുകളയുക നിങ്ങൾ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.
അതായത് പാസ്റ്റിലെ ഒരു വ്യക്തിയുടെ മുഖം, ആ വ്യക്തിയുടെ പേര്, ഇങ്ങനെ ഇങ്ങനെ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുക. ആ വ്യക്തിയുടെ പേരും മുഖവും ഓർക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിനുള്ള വഴികൾ നിങ്ങൾ ചെയ്യുക. ഒന്നും പറ്റിയില്ലെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥന ചെയ്യുക. ദൈവമേ, എൻ്റെ വായിൽ ഈ വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ മുഖം ഓർമ്മകൾ വരാതിരിക്കാൻ സഹായിക്കണം അങ്ങ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ ഒരു ഊർജ്ജയിൽ നിന്ന് എന്നെ റിലീസാക്കി തരണമേ ദൈവമേ എന്നും പ്രാർത്ഥിക്കുക. പിന്നൊരു ഉപായം എന്ന് പറയുന്നത് 2 കൈയിലും ഉപ്പ് വയ്ക്കുക. ഉപ്പ് വച്ച് ഇറുക്കി പിടിക്കുക. എന്നിട്ട് 5 മിനിറ്റ് ഇരിക്കുക. എന്നിട്ട് ആ ഒരു ഉപ്പ് ഫ്ലഷ് ഔട്ട് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസം ഓരോ പ്രാവശ്യം ചെയ്യുക നിങ്ങൾ. അതായത് നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞത്. അതായത് പാസ്റ്റിലെ ആ ഒരു മോശം എനർജിയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി. നിങ്ങൾക്ക് ഇമ്പോസിബിൾ പോലും പോസിബിൾ ആകുന്നതാണ്. അതുകൊണ്ട് പിന്നെ എന്തിന് നിങ്ങൾ പേടിക്കണം? ഇവിടെ നിങ്ങൾ ഹീലാകുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതാണ്. ഇവിടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഗ്രീൻ കളർ വസ്ത്രം ധരിക്കാൻ തോന്നും. ഇല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ഇലകൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ വിവേകവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്നാണ്. ഇവിടെ നിങ്ങൾ പ്രാർത്ഥന ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇമ്പോസിബിൾ പോലും പോസിബിൾ ആകുന്നതാണ്. ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാർക്ക് 35 ഏജ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ലൈഫിൽ എന്തെങ്കിലും വിജയം ഉണ്ടാകുന്നത്. 35, 38, 40 ഒക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ചില ആൾക്കാർക്ക് വിജയം ഉണ്ടാകുന്നു ലൈഫിൽ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റിവിറ്റി ഉണ്ട് എങ്കിൽ ആർക്കേഞ്ചൽ മൈക്കിൾ ആ ഒരു നെഗറ്റിവിറ്റി അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ നന്ദി പറയുക ആർക്കേഞ്ചൽ മൈക്കിളിന്. ഇതുകൂടാതെ ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ തടസ്സങ്ങളാണോ ആരെങ്കിലും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു തടസ്സത്തെ മാറ്റുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ കുറേ ഊർജം എൻ്റെ ചുറ്റിലുമുണ്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. അത് ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ ആ ഒരു ഊർജ്ജമാണ്. അത് ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങളിപ്പോൾ വീണ് നിങ്ങൾക്ക് എന്തെങ്കിലും മുറിവ് സംഭവിക്കുന്നു. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അത് ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. അതായത് എനിക്കൊരു സംഭവം ഉണ്ടായി. ഞാൻ ഒരു 20 പടി മുകളിൽ പോയി വീണു. അതായത് ഞാൻ ബാക്കിലോട്ട് വീണെങ്കിൽ ഞാൻ വീണ് മരിച്ചു പോയേനെ. ഫ്രണ്ടിലോട്ടാണ് വീണത്. എന്തോ ഒരു ശക്തി എന്നെ അപ്പോൾ കാത്ത് രക്ഷിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും പല പല സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിരിക്കാം. അത് ദൈവത്തിൻ്റെ ആ ഒരു കരുതൽ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാഷിൻ്റെ ആ ഒരു ലോസ് സംഭവിക്കാൻ പോകുകയായിരുന്നു. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു ഐഡിയ ഉദിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ആ ക്യാഷിൻ്റെ ലോസ് സംഭവിച്ചില്ല. അങ്ങനെയും ഒരു സഹായം ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും നിങ്ങൾക്ക്. നിങ്ങൾക്കൊരു ലോസ് വരാൻ പാടില്ല എന്നാണ് ദൈവം വിചാരിക്കുന്നത്. അതായത് എന്തോ മോശം സംഭവിക്കുന്നതിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക. അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ അദ്ദേഹം കൊണ്ടുവരും. ഇവിടെ ഈ കാണുന്നതിൽ ആരോ ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള ആളാണ്. അതായത് ശിവശക്തിയുടെ ആ ഒരു ഊർജ്ജം ആണ് അവരുടേത്. അതുകൊണ്ട് തന്നെ ദൈവം നേരിട്ട് അവരെ സംരക്ഷിക്കും എപ്പോഴും. ഇങ്ങനെയുള്ളവർക്ക് 69 നമ്പർക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും. ബേഡ്സിൻ്റെ ആ ഒരു ജോഡി കാണാൻ സാധിക്കും കൂടുതലായിട്ട് ട്വിൻ ഫ്ലെയിം ജേണിയിൽ കൂടെ പോകുന്നവർക്ക്. ഇവിടെ നിങ്ങളുടെ ബന്ധം നല്ലതായിട്ട് പോകുന്നതായിട്ടും നിങ്ങളുടെ ബന്ധം മാരേജിലേക്ക് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാരേജിലേക്ക് എത്താൻ സമയമെടുക്കുന്നുണ്ടെങ്കിലോ ആർക്കേഞ്ചൽ മൈക്കിളിനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അദ്ദേഹം ഇതിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. എന്തെങ്കിലും കാര്യം നല്ലതായിട്ട് വരാൻ പോകുമ്പോൾ ദൈവമേ ഇനി ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി ഈ കാര്യം മോശമാക്കുമോ എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട്. അത് മാറ്റണം നിങ്ങൾ. ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് കാരണം നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല, ഏകാഗ്രത ഇല്ല. അപ്പോൾ ഇതിലൊരു മാറ്റം നിങ്ങൾ തന്നെ കൊണ്ടുവരണം. ഇവിടെ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ചെയ്യും. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് സെലിബ്രേഷനാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. പിന്നെ എന്തിന് നിങ്ങൾ പേടിക്കണം? ഇവിടെ എന്ത് സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക ചെയ്യും. ഇനി ആവശ്യമില്ലാതെ ഒരു കാര്യവും ആലോചിച്ച് ടെൻഷൻ അടിക്കരുത് നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്തായാലും അത് കിട്ടാൻ പോകുമ്പോൾ നമുക്ക് ഫുള്ളായിട്ടും 7 നമ്പറായിരിക്കും കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം ചിലപ്പോൾ ഒരു ജോബായിരിക്കാം, ട്രാവലായിരിക്കാം, എന്തായിക്കൊള്ളട്ടെ ആ ഒരു കാര്യം നടക്കാറാവുമ്പോൾ 7 നമ്പർക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. 711, 77 അങ്ങനെയൊക്കെ. ഇതുകൂടെ നിങ്ങളുടെ ആ ഒരു കാര്യം നടക്കാൻ പോകുമ്പോൾ ബ്രൗൺ കളർ ഡോഗിയെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ നിങ്ങൾക്ക് എന്താഗ്രഹമാണ് നടക്കാനുള്ളത്? ഈ ഒരു ഡോഗിയെ കണ്ടതിന് ശേഷം നിങ്ങൾ വിചാരിച്ചോളൂ, കുറച്ച് സമയത്തിന് ശേഷം ഈ ഒരു കാര്യത്തിൽ ഒരു നല്ല പോസിറ്റീവ് മാറ്റം ഉണ്ടാകും എന്ന്. ഇവിടെ ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്നേക്കുമായിട്ട് പോയി എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഇനി സെലിബ്രേഷനാണ് ഉണ്ടാവാൻ പോകുന്നത്. നമ്മുടെ ലൈഫിൽ നിന്ന് ദുഃഖം അവസാനിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും നമ്മുടെ ലൈഫിൽ സന്തോഷം വരുന്നത്. അതേപോലെ ടവർ മൂവ്മെൻറ്റ് പോകുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ സെലിബ്രേഷൻ വരുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ലൈഫിലും ഇനി സെലിബ്രേഷനാണ് വരാൻ പോകുന്നത്. പാസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെ വേദനകളാണോ അനുഭവിച്ചത് അതിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കുക. മൂലാധാര ചക്രത്തിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.